ഇതെന്നെ ഉള്ള ഫയലെല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാൻ സാറെന്നാ ഫയൽവാനോ? ഫയൽമാനും ഹീൽമാനൊന്നും അല്ല. നമ്മുടെ പുതിയ മാനേജർ അറിയാല്ല, ഭയങ്കര സ്ട്രിക്റ്റാ. ഇന്ന് ക്ലോസ് ചെയ്യണം. ആരെ മാനേജരെയോ? അല്ലെന്ന് ഈ ഫയൽ മുഴുവൻ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ പുള്ളി വന്നാൽ നമ്മളെ ക്ലോസ് ചെയ്യും. അയ്യോ എന്റെ ദൈവമേ, ഇന്ന് പറഞ്ഞ പോലെ ക്ലോസിംഗ് ഡേറ്റ് ആണല്ലോ. പകുതി ഞാനും നോക്കാം. പകുതി പിടിച്ചേ പണി ചെയ്യ് എന്റെ പൊന്നു മേഡം. മാനേജറില്ലേ? മീറ്റിംഗിന് പോയേക്കുവാ. മീറ്റിംഗിന് പോയല്ലേ? മാനേജർ ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. 10 മിനിറ്റിനുള്ളിൽ വരും. സാർ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇരുന്നോ. പോയിരിക്കണോ? ഗുഡ് മോർണിംഗ്. ചതിച്ചോ? പുതിയ മാനേര് വന്നല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ പുതിയ മാനേര് നിയമിച്ചു വരും. അത് ദൈവം, അത് പുതിയ മാനേജറൊന്നും അല്ല, സാറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാ വന്നു. അത് കൊള്ളാലോ. ആരോടാ താൻ? ഞാൻ മാനേജറെ ഒന്ന് കാണാൻ വന്നാണ്. ആ, ഞാനാണ് മാനേജർ. ഓ, സാറാണ് മാനേജർ. ആ, ഓക്കെ, ഇരിക്കും സാർ. സാർ എനിക്കൊരു ലോൺ വേണമായിരുന്നു, അതാണ് ഞാൻ വന്നത്. എന്റെ പേര് രമേഷ് കുമാർ. ഇവിടുത്തെ അക്കൗണ്ട് ഉള്ളതല്ലേ? അക്കൗണ്ട് ഉള്ളതാണ്. രമേഷ് കുമാർ. അയ്യോ, താനിവിടെ ഒരു 50,000 രൂപയുടെ ലോൺ എടുത്ത് ഇതുവരെ അടച്ചിട്ടുണ്ടല്ലോ. 50,000 രൂപയുടെ കാർഷിക ലോൺ ഞാനത് എടുത്തിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ലോൺ കിട്ടാതെ മൊത്തം കുറെ അലയുണ്ടായി. അപ്പൊ എന്റെ ഭാര്യ ഒരു നേർച്ച നേർന്നു, 50,000 രൂപയുടെ കാർഷിക ലോൺ കിട്ടുകയാണെങ്കിൽ അവള് മലയാറ്റൂർ മലയിൽ കയറി അവിടെ പൊന്നിൻ കുരിശ് സമർപ്പിക്കാവുന്ന ആ പൈസ കിട്ടി. അന്നേരം അവൾ 50,000 രൂപയുടെ ഒരു പൊന്നിൻ കുരിശ് മേടിച്ച് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. പിന്നെ എന്റെ കാശില്ലാതെ പോയി. ആണല്ലേ? പിന്നെ അടയ്ക്കാൻ പറ്റില്ല. പലിശയുടെ കൂട്ടിയിട്ട് 1,40,000 രൂപ താൻ അടയ്ക്കണം. ആണോ? ഇല്ലെങ്കിൽ വീട് വന്ന് ഞങ്ങൾ ജപ്തി ചെയ്തുകൊണ്ട് പോകും മോനെ. സാർ പറ്റുമെങ്കിൽ എനിക്കൊരു 1.5 ലക്ഷം രൂപയുടെ ലോൺ ഇങ്ങോട്ട് താ. 1.5 ലക്ഷം രൂപയുടെ ലോൺ സാർ എനിക്ക് തന്നാൽ 1,40,000 രൂപ ഞാൻ ഇവിടെ അടച്ചേക്കാം. അപ്പൊ ബാക്കി 10,000 രൂപ ഞാനും ഭാര്യയും കൂടെ അടിച്ചു വിളിച്ചേക്കാൻ പോയി. ഇറങ്ങണ 2 ആഴ്ചക്കുള്ളിൽ വീട് ഞങ്ങൾ ജപ്തി ചെയ്തിരിക്കും. അപ്പൊ എനിക്ക് ലോൺ തരത്തില്ല? ഇവിടെ തരത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ, തരത്തില്ല. കാണിച്ചു തരാം കേട്ടോ. സാറേ, ഞാൻ ഇവിടെ വെച്ച പേന ആരെടുത്തോണ്ട് പോയി? പെങ്ങളെ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ ലോൺ എടുത്തു, പക്ഷെ പേനയൊന്നും ഞാൻ എടുത്തിട്ടില്ല. മനുഷ്യനൊരു ലോൺ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എന്റെ ദൈവമേ, എനിക്ക് ലോൺ തരാത്ത ഈ ബാങ്ക് 1 മാസത്തിനുള്ളിൽ പൂട്ടിക്കെട്ടി ഇവിടുത്തെ മാനേജർ ജോലി ഇല്ലാതെ തെരുവിലൂടെ അലഞ്ഞ് പണ്ടാറ് മടങ്ങി പോണേ. വീട്ടിലുള്ള പുള്ളി ശമിച്ചിട്ട് പോയത് എന്നാ പ്രാക്കാണ്. നാളെ ഏതായാലും ബാങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തേണ്ടി വരും. അതെ. ആ പിയൂൺ വന്നില്ലേ? സാറേ വന്നില്ല പുള്ളി. പിയൂണൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഡീൽ ചെയ്ത് വിടേണ്ട കേസല്ലേ? വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും സാർ. നടന്നു വന്ന പുള്ളിയല്ലേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ പോണത്. അല്ല സാറിന് എന്തിനാ പുള്ളിയോട് ഇത്രയും കലിപ്പ് കാണിക്കണം? കലിപ്പുണ്ട്. ഞാൻ ഇവിടെ മാനേജറായിട്ട് വന്ന് കഴിഞ്ഞ വർഷമാണല്ലോ വന്നത്. അപ്പൊ എല്ലാരും പരിചയപ്പെട്ട കൂടുതൽ ഇങ്ങനെ പരിചയപ്പെട്ടു. ഈ പിയൂണ് ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ പറയാ, സാറേ ഈ കസേര അവന്റെ ഉദ്ദേശം. വെറുതെ തമാശക്ക് പറഞ്ഞതായിരിക്കും സാറേ. പിന്നെ തമാശക്ക് പറഞ്ഞു, എനിക്കറിയാം അവൻ ആരാന്ന്. അതിന് പറ്റാ. പിന്നെ അവനെങ്ങാനിങ് വരുവാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാമെന്ന് പറഞ്ഞായി. അമ്പലത്തിൽ പോയായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്താണ് സുഹൃത്തിന താമസിച്ചത്? സാറ് ആകെ കലിപ്പിലാണ്. ക്യാബിനിൽ ചെന്ന് സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്നാ പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഞാൻ പറയാം. മയത്തിനൊക്കെ ഒന്ന് നിക്കി. സാറേ ഗുഡ് മോർണിംഗ്. നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് 10:30. അല്ല, ഇതിന് 5 രൂപയുള്ളൂ. അതിന് 5 രൂപ. ഇപ്പൊ സമയം 10:30 ഞാൻ ഇതുവരെ എന്നെ എടുക്കുയത്. ഞാൻ അമ്പലത്തിൽ വരെ പോയിരുന്നു, പിറന്നാളായിരുന്നു. അതുകൊണ്ട് സാറിന് ലഡു. എനിക്ക് എത്ര ഷുഗർ എന്നറിയാവോ? 480. ഇപ്പൊ ഈ ലഡുവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ 700 ആവും. അപ്പൊ ഞാൻ അങ്ങ് തട്ടിപ്പോകുമ്പോ തനിക്ക് ഈ കസേര കയറി ഇരിക്കാം. അയ്യോ സാർ, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിന് വൈകുന്നേരം പൊറോട്ട ഇറച്ചി മേടിച്ചു തരാം. ഞാനിത് പൊറോട്ട ഇറച്ചി കൊളസ്ട്രോൾ കൂടിയിട്ട് ഞാൻ അങ്ങ് തട്ടണം. അപ്പൊ നിനക്ക് കസേര കയറി ഇരിക്കാം. ഇതെന്താ സാർ, ഞാനൊന്നൊരു ആഗ്രഹം പറഞ്ഞതല്ലേ. എനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി മാനേജരായാലും ഭാഗ്യമൊന്നും പറഞ്ഞല്ലേ ഉള്ളൂ. അതിന് സാറിനോടുള്ള വൈരാഗ്യമല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും എന്നെ കണ്ട എന്തെങ്കിലും തോന്നുന്നു? ഓ, എനിക്കൊന്നും തോന്നുന്നു. അതല്ല പറഞ്ഞത്, എന്നെ കണ്ട മാനേജരായിട്ട് തോന്നുന്നു. സാറിന്റെ ലുക്ക് കണ്ട് ഒരു പിയൂന്റെ ലുക്ക് ഉണ്ട്. അതാ പറഞ്ഞു. ഇത് നോക്ക്, ഇതെങ്ങനെയുണ്ട്? മാനേജർ ഇൻ ചെയ്തിങ്ങി വന്നേക്കുവാ. അപ്പൊ എന്നെയൊക്കെ ഇത്ര ടോപ്പായിട്ട് നിൽക്കുവാ. സാർ, അത് ഭാര്യ ഒരുക്കി വിടണം. ഭാര്യ ഒരുക്കി വിടാൻ നീ എന്നാ നഴ്സറി പഠിക്കുന്ന കൊച്ചോ? അതൊന്നും വേണ്ട. ഞാൻ ആ മാനേജർ ഈ കോളത്തിൽ വന്നാ മതി. കാരണം അത് എന്റെ അവകാശമല്ല. എന്റെ ഓരോ അവകാശം വേണ്ട. വളരെ കഷ്ടമായിട്ടോ. കഷ്ടം തന്നെയാ. ഇവിടെ താൻ ഇത് അടിച്ചു വാരണേ, വൃത്തിയാക്ക. അടിച്ചു വരാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇന്നലെ വൈകുന്നേരം തൂത്തിട്ടാണ് ഇവിടെ. തൂത്തിട്ടോ? ഒന്നും ഇല്ലെന്നൊന്നും പറയരുതേ. പ്രമാണാണത്. പ്രണാമൊക്കെ പിന്നെ കൊടുക്കാം. സാറേ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തില്ല സാറേ. ഒരു പിയുടെ പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെയ്യുന്നുണ്ടല്ലോ സാറേ. ഇത് മനഃപൂർവ്വം എന്നെ
തേക്കാൻ വേണ്ടി ചെയ്യണം. ശീല പാട്ടൊന്ന് പാടിക്ക്. കർപ്പൂര ദീപമോ ശ്രീവള്ളി എല്ലാരും കൂടെ ഒത്തുണ്ടോ? എങ്ങനെയുണ്ട്? അടിച്ചൊക്കെ വൃത്തിയായി കഴിഞ്ഞപ്പോ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട് ചായ വേണം. എന്നാ ഒരു 3 ചായ മേടിച്ചല്ലോ. ആ 3 ചായ ഞാൻ വിളിച്ചു പറയാം. എവിടുന്ന്? ഫോണിൽ നിന്ന് വിളിച്ചു പറയാം. അല്ല തനിക്കങ്ങ് പോയി കാലിന് വല്ല കുറവുണ്ടോ? ഇല്ല സാറേ, ഇല്ല ചെന്ന് മേടിച്ചോണ്ടോ. നമ്മളങ്ങനെ പതിവില്ലല്ലോ ചായ മേടിക്കുന്ന. പോയി ചായ മേടിച്ചോണ്ട് വേണോ? സാറ് തന്നെ മനഃപൂർവ്വം ചെയ്യണം. ഇത് ഇവിടുത്തെ യൂണിഫോം അല്ലേ? അതെ. ഈ ചായ മേടിച്ചോണ്ട് വരുമ്പോ ഈ യൂണിഫോമിൽ എങ്ങനെ ചാടി കറയാവും. വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്ന് മാനേജർ വരുമ്പോ ഈ കറയുള്ള ഷർട്ട് പാട്ടിരിക്കണം കണ്ടാൽ എന്നെ പേടിപ്പിക്കും. ഷർട്ട് ഊരിട്ട് അങ്ങ് പോയാൽ മതി. കഷ്ടമാണ് സാറേ ഷർട്ടൊക്കെ ഒരു ഞാൻ ഇട്ടോട്ടെ സാറേ. വേണ്ട ഇടണ്ട. ഇതെനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നെ. ഇതുകൊണ്ടാ മാനേജർ ബോർഡ് വരെ ചാടി പോയിട്ട് അവനൊന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല. 3 ചായ അല്ലേ? ആ ഇങ്ങനത്തെ പണി കൊടുത്തില്ലേ ശരിയായാലും ഇവനൊക്കെ തലേ കയറൂന്നേ. ആ ഇത് ചായ. സാർ ഇനി ആ ഷർട്ട് ഇട്ടോട്ടെ. പിന്നെ എല്ലാരും വന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ? നിന്നോടല്ല അവരോട്. കുടുംബ സമൂഹം നടക്കുവോ ബാങ്കിന്റെ? നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ പോലെ ഈ വർഷവും ഉണ്ട്. അതുകൊണ്ടേ നമുക്ക് രണ്ടുള്ള സിനിമാറ്റിക് ഡാൻസ് അറിയാലോ. അയുഗ്മാനവും പാടണം. താൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ സമൂഹം ഒറ്റയ്ക്ക് പാടാം. സമൂഹം ആളെ ഒറ്റയ്ക്ക് പാടണം. അല്ല സമൂഹം എന്ന സിനിമയിലെ പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടിക്കോളാം. ഓ അങ്ങനെ. ഞാൻ പാടത്താം. ഞാൻ സംഗീതം പഠിച്ചാണല്ലോ 7 വർഷം. അല്ല വേണ്ട 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 വേണ്ട. സാറേ പിയൂണൊന്നും ഇതിനകത്ത് ഇടപെടണ്ട. ഇല്ല സ്പോർട്സ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ മതി. നമ്മളുണ്ടല്ലോ പാടാനുണ്ട്. ഞാൻ ഏകാങ്കാടം കളിക്കാം. സൂപ്പറായിട്ട് കളിക്കും. പറഞ്ഞിരിക്കാതെ കളിച്ച് ഞാൻ കഴിഞ്ഞ വർഷം കളിച്ചല്ലേ. അന്ന് സാറില്ലായിരുന്നു. സാറില്ലായിരുന്നു. സാറ് കണ്ടിട്ട് സാർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്നെ എടുത്താൽ മതി. സെലക്ട് ചെയ്യണം സാർ. ഏയ് മാളോരെ വരിക വരിക അയ്യടാ വരിക. ഈ കൃമികീടത്തിനെ അടിച്ച് തല്ലി കൊല്ലുക. കണ്ടോ? അത് ശരി. ഇങ്ങനെയാണെങ്കിൽ നീ വേണ്ട. നാടകത്തിന്റെ ഡയലോഗ് വേണ്ട. മനഃപൂർവ്വം നീ ചെയ്തതാ. ഒരു കാര്യം ചെയ്തു. ഇതിനകത്ത് സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് ചെയ്താണ്. സ്പോർട്സ് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ചെയ്യൂല. തവളയാട്ടം അറിയത്തില്ലേ? തവളയാട്ടൊന്നും ഞാൻ ഇന്നുവരെ ചാടിയിട്ടില്ല. അയ്യോ നിസ്സാരമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ആലുവ ബ്രാഞ്ചിൽ മാനേജർ തവളയത്തിന് ഫസ്റ്റ് മേടിച്ചത്. അല്ലേലും സാർ ഇത്ര മണ്ണൊക്കെ വെച്ച് ചാടിയാലൊന്നും ജയിക്കത്തില്ല. അതൊക്കെ ജയിക്കും. ഇങ്ങനെയൊക്കെ മുഖത്ത് എഴുതി അതിന് റിഹേഴ്സൽ കാണിക്കേണ്ടത് ഞാൻ അവിടെ ചെയ്താ കാണിക്കും. ഇങ്ങനെയല്ലേ? കണ്ടില്ല. മതിയാ? അത് ഞാനല്ലല്ലോ കയറിയിരുന്ന തവളയല്ലേ? തവള ഞാൻ ചവിട്ടിയാ കൊല്ലും. അയ്യോ ഇനിയും ചാടണം. ചാടിച്ച അത് വളരെ കഷ്ടമായിട്ട് ഒരു മാനേജർ പിയൂണ് എട്ടിങ്ങനെ കഷ്ടപ്പെടുന്നത് വളരെ കഷ്ടമാണ്. മറ്റേ മാനേജർ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും സാറേ. ഞാൻ പറഞ്ഞ മറ്റത് പിയൂണ് സുകുമാരൻ്റെ അല്ലേ? അദ്ദേഹം എന്തിയെ? എന്റെ ഭർത്താവാ. അയ്യോ സുഖേട്ടാ, ഇതെന്താ പറ്റിയത്? ഒന്നുമില്ല. നീയോ നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒന്നുമില്ല മാമ. ഞങ്ങൾക്ക് ബാങ്കിന്റെ ഒരു മത്സരം ഉണ്ട്. അപ്പൊ എന്റെ ഒരു തവളയാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചാടിച്ച മാനേജർ എന്നെ കൊണ്ട് എപ്പോഴും എന്നെ ഉപദ്രവം. എന്തോ ശത്രുതയാ. എന്റെ ജോലി വേണ്ട. ഇങ്ങോട്ട് വന്നേ. മോനെ അറിഞ്ഞോ? എന്നാ മാമ? വീട്ടിൽ ഭാഗ്യലക്ഷ്മി വന്നിരിക്കുന്നടാ. ഡബ് ചെയ്യാനോ? അതല്ല ഭാഗ്യം വന്നിരിക്കുന്നു. ലക്ഷ്മി നിന്നെ കടാക്ഷിച്ചു. എങ്ങനെ കാര്യം പറ. എടാ വിഷു മെമ്പർ നീ എടുത്തോ? എടുത്തായിരുന്നു. ആ 12 കോടി നിനക്ക് 1ാം സമ്മാനം. എനിക്കോ? 1ാം സമ്മാനം? 12 കോടി. അയ്യോ 12 കോടി എനിക്കാണ് അടിച്ചത്. അതെ. അപ്പൊ എന്തായാലും ഞാൻ ഈ ബാങ്കിൽ ജോലി രാജിവെക്കും. എനിക്കിനി ഇവിടെ പറ്റൂല. കുറെ നാളായിട്ട് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് അമ്മാനേര്. കസേര മറിച്ചിട്ടോടാ. എന്റെ കസേര മറിച്ചിട്ടില്ല. നീ ചെല്ല്. നിനക്ക് അത്ര ക്ഷതം പറ്റത്തില്ല. ചെല്ലേ ഒന്ന് ചോദ്യം. എന്നാ പറ്റി അമ്മാവ? കൊറേ കാലമായി നിങ്ങൾ എന്റെ ഭർത്താവിനെ ഇട്ട് പീഡിപ്പിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പീഡനത്തിൽ ഇനി എന്റെ ഭർത്താവിനെ കിട്ടത്തില്ല. ഈ പ്രാവശ്യത്തെ വിഷു ബമ്പർ 12 കോടി അടിച്ചിരിക്കുന്നത് എന്റെ ഭർത്താവിനാ കേട്ടോ. 12 കോടി ജോലി വേണ്ട, ഒരു കൂലി വേണം. മനുഷ്യൻ അടിച്ചേക്കണം. ഹലോ ഹലോ ജനറൽ മാനേജർ ആണ് വിളിക്കുന്നത് കേട്ടോ. എന്നാ സാറേ? കൺഗ്രാചുലേഷൻസ് സാറേ രണ്ടാമത്തെ കുഞ്ഞുണ്ടായതാണോ? ഒരു അബദ്ധം പറ്റി. അതല്ല താനിതൊന്നും അറിയുന്നില്ലേ? തന്റെ ബ്രാഞ്ചിലെ പിയൂൺ സുഗുനാണ് ഇപ്രാവശ്യത്തെ വിഷു ബമ്പർ അടിച്ചിരിക്കുന്നത്. താനിത് അറിഞ്ഞില്ലേ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. താൻ ആ ന്യൂസ് വെച്ച് നോക്ക്. ന്യൂസിലൊക്കെ കാണിക്കാൻ തുടങ്ങിയല്ലോ. ആണോ? പിന്നെ ഒരു കാര്യമുണ്ട്. അയാളെ കൊണ്ട് 12 കോടി നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ തന്റെ ജോലി പോകും. കേട്ടോ? കേട്ടു. അയ്യോ
അതെ ഈ 12 കോടി അടിച്ചെന്ന് പറഞ്ഞ സത്യമാണോ അവന്? പിന്നെ അവരതല്ലേ പറഞ്ഞത്. ആണോ? സന്തോഷിക്കണോ ഇപ്പൊ മാനേര് വിളിച്ചു, ജനറൽ മാനേര് വിളിച്ചിട്ട് പറഞ്ഞു 12 കോടി നമ്മുടെ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുവാണെങ്കിൽ ഏറ്റവും ഉണ്ടാവുന്ന പ്രമോഷൻ ഉണ്ടാവുന്ന പറഞ്ഞു. അയ്യോ, ഇല്ലെങ്കിൽ എന്റെ ജോലി പോകും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഹലോ 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 സുഖു, കൺഗ്രാചുലേഷൻ. ആയിക്കോട്ടെ. അമ്മാവാ നമസ്കാരം. Congratulations. ഒരു മിനിറ്റ് അമ്മ ഇപ്പൊ വരാം. സുഖു, ഞാൻ നിന്നോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ, അത് പൊറുക്കണം. നമ്മൾ ബാങ്കിന്റെ ഒരു വികസനത്തിന് വേണ്ടി ഞാനങ്ങ് ചെയ്തെന്ന് കേട്ടോ. അത് കുഴപ്പമില്ല. അതെ, ഇപ്പൊ മാനേര് വിളിച്ചായിരുന്നു. മാനേര് വിളിച്ചു പറഞ്ഞു സുഖുവിന് ഇങ്ങനെ 12 കോടി അടിച്ചിട്ടുണ്ട്. അടിച്ചായിരുന്നു. അത് നമ്മുടെ ബാങ്കിൽ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞു. അല്ല അത് നമുക്ക് ആലോചിക്കാം. അത് എനിക്കൊന്നും ആലോചിക്കണം. അല്ല അല്ല ആലോചിക്കണ്ട. അല്ല ഞാൻ ആലോചിച്ചു. പുള്ളി പറയണതേ എനിക്കിപ്പോ 12 കോടി അടിച്ചല്ലോ. അപ്പൊ പുള്ളിയുടെ ബാങ്കിൽ ഇവിടെ നിക്ഷേപിക്കണോ? ഞാനെന്തായാലും ഇവിടെ ജോലിക്കില്ല, ഞാൻ ജോലി രാജിവെച്ചു. എന്നെ ഒരുപാട് പീഡിപ്പിച്ച മനുഷ്യനാണ്. നീ പണി കൊടുക്കടാ, തിരിച്ച് പണി കൊടുക്കാം. ഇന്ന് തന്നെ എനിക്ക് 3-4 പണി തന്നു. ആ പിന്നെ അമ്മാവാ, അവനെ വിടരുത്. അമ്മാവന് ചായ കുടിക്കണോ? എനിക്ക് ചായ കുടിക്കണം. എനിക്ക് അവിടെ നിങ്ങൾ കയറി ഇരിക്കൂ. ഒരു കസേരയിൽ ഇരിക്കൂ. അതെ, ഒരു 3 ചായ വേണേ. 3 ചായ പറയാം. പിന്നെ ഞാൻ വിത്തോട്ടോ കേട്ടോ. ഇതോടെ എന്താ ഫോൺ ചെയ്യണേ? അല്ല 3 ചായ പറയണ്ടേ? അല്ല 12 കോടി നിക്ഷേപിക്കേണ്ടത് ആവശ്യം താങ്കൾക്കല്ലേ? അതെ. അപ്പൊ ഒരു ചായ മേടിച്ചു. 3 ചായ. അല്ല ഞാൻ മാനേരാണ്. ആയിക്കോട്ടെ. സാറേ 12 കോടി വേണോ? എന്നാ ഒരു ചായ വാങ്ങിച്ച് കൊടുത്തേക്ക്. ചെല്ല് ചെല്ല്. ഒരു ബാങ്കിലെ മാനേജർ ചായ മേടിക്കാൻ പോകുമ്പോ ചായ എങ്ങാനും തട്ടി ഇതിലെ കറ വീണ് കഴിഞ്ഞാൽ മാനേജരാണ് നമ്മൾ ഈ ചേരെ കയറി ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യണ എന്താ? ഷട്ടൂരം ഊരിട്ടിട്ട് പോടാ. എന്റെ പുറത്ത് ചുണം കൊണ്ട് ആൾക്കാർ കാണും. അത് കുഴപ്പമില്ല. മോനെ കൊണ്ട് ഊരിച്ചായിരുന്നു. എന്നെ ഊരിച്ച ചായ മേടിച്ചോ. ഇത് വേറൊന്നും അല്ലെന്നേ. ഇന്ന് രാവിലെ എന്നെ കൊണ്ട് പുള്ളി ഇവിടെ തുടപ്പിച്ചു. എന്നെ കൊണ്ട് ചായ മേടിപ്പിച്ചു. എന്നെ കൊണ്ട് ഇവിടെ തവള ചാടിച്ചു. എനിക്ക് ഒരു പരിഗണനയും തരുന്നില്ല. മാനേജരാണ്, ഞാൻ പിയൂണാണെന്നുള്ള ഒരു മേൽക്കോയ്മ പുള്ളി എന്നെ സ്ഥാപിക്കുന്നുണ്ട്. പണി കൊടുക്കടാ. അത് ഞാൻ പണി കൊടുക്കും. ചായ വന്നല്ലോ, ചായ വന്നല്ലോ. കുടിക്കാം അമ്മാവാ. എനിക്ക് ഈ ചായ വേണ്ട. അരുതമ്മാവ പാവം. പീച്ചി നീ കുടിച്ചോടി. 12 കോടി നമ്മുടെ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു വൃത്തിയമ്മനുള്ള ബാങ്കിലെ ഞാൻ ഡെപ്പോസിറ്റ്. അതെ നമ്മുടെ ബാങ്ക് കുഴപ്പമില്ല. ഒന്ന് അടിച്ചു കുത്തി വൃത്തിയാക്കിയാലേ നമുക്ക് അതിന്റെ ഒരു അല്ല സുഖു തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിരിക്കും. സുഖമല്ലേ തൂത്തുകാരി? ഇപ്പൊ 12 കോടിയുടെ അധിപനല്ലേ? വൃത്തി കിടക്കാൻ ഞാൻ മാറ്റിത്തരാം. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ല അത് അല്ല അയ്യോ അത് മുന്നാധാരമാണ്. മുന്നാധാരോ പിന്നാധാരോ അഡ്ജസ്റ്റ് ചെയ്യും. നേരത്തെ ഒരു പാട്ട് പാടിയായിരുന്നു. അമ്മപ്പാ ഒരു ഞാൻ ഇപ്പഴാ ഒരു കാര്യം ഓർത്തത്. ഈ വരുന്ന വാരം ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു കുടുംബസംഗമം പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നാ ബാങ്കിലെ ജീവനക്കാരെ. മോൻ മത്സരത്തിൽ പങ്കെടുക്കും. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കണം. എന്താ നടന്നതിന്റെ ഭയങ്കര ക്ഷീണം. അത് കാലിലെ ഈ അവൻ തിരുമിക്കോ. അപ്പം ഓരോരുത്തരും ഓരോ മത്സരത്തിൽ പങ്കെടുക്കണമെന്നാ. അപ്പൊ ഈ മാനേജറുടെ തവളചാട്ടം എന്തായാലും ഈ പ്രാവശ്യം ചെയ്യണം കേട്ടോ. അല്ല ചാള സൂപ്പറാണ് പുള്ളി. തവള നന്നായിട്ട് ചാടും. എന്നാ ചാടിയേ പറ്റും. അല്ല ഞാൻ മാനേരല്ലേ. ആയിക്കോട്ടെ ചെല്ലേ. സാറിന് വണ്ണവും പൊക്കം ഒന്ന് കാണട്ടെ. മത്സരമല്ലേ, അവന്റെ ഒരു ആഗ്രഹമല്ല, സാധിച്ചു കൊടുക്കും കുട്ടി. ഒന്ന് കാണട്ടെ. അല്ല ആദ്യം ചാടി ഞാൻ അവിടെ ഇരുന്ന് ചാടോ. നോക്കട്ടെ, ഒന്ന് കാണിച്ചു. അല്ല ചാടുന്ന കാണട്ടെ. 12 കോടി ചാടിക്കും. എന്റെ ചേട്ടനെ കൊണ്ട് ചാടിച്ചല്ലേ കൂടി ചാട്. 12 കോടി എന്റെ ബാങ്കിൽ കിട്ടുമല്ലേ? അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ? അല്ല സു എന്തോ 12 കോടി ബാങ്കിൽ നിക്ഷേപിക്കൂലോ അല്ലേ? പിന്നെ 12 കോടി ഞാൻ ഉറപ്പായിട്ടും ബാങ്കിൽ നിക്ഷേപിക്കും. പക്ഷെ അത് ഈ ബാങ്കിലല്ല, എനിക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ബാങ്കിൽ. അപ്പൊ എന്റെ ജോലി അത് പോയി.